ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അത് തന്നെ ഒരു കാര്യം പറയട്ടെ. അതാണിപ്പോൾ പറയാൻ വന്ന കാര്യം. ഇവിടെയുള്ള പട്ടിക്കുട്ടി കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി ഇങ്ങനെ കുറയ്ക്കാൻ. ഈ സ്പിറ്റ്സ് പോലത്തെ ഡോഗാണ്, ഈ പോമറേൻ ടൈപ്പ് ഡോഗാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പറഞ്ഞാലൊന്നും വലിയ അനുസരണയൊന്നുമില്ല. ആരെങ്കിലും വഴിക്കൂടെ പോകുന്നത് കണ്ടാലോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിടി വന്നാലോ, എന്തെങ്കിലും പടക്കം പൊട്ടിയാലോ, അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളൊന്ന് മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചാലോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അവൻ അപ്പം തുടങ്ങും കുറയ്ക്കാൻ. ഒരു പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും കുറയ്ക്കാൻ. കുറേ ടൈം അവനിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ കമൻറ്റിൽ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യം പോയി പട്ടിക്ക് കുറച്ച് ഫുഡ് കൊടുക്ക്, എന്നിട്ട് നീ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കായിട്ടൊന്നുമല്ല, അവന് കറക്റ്റ് ടൈമിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൻ അങ്ങനെയാണ്, കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അവൻ്റെ കുര നിർത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ ഇന്ന് എടുക്കലുണ്ടാവില്ല. അതുകൊണ്ടാണ് ദയവായി അതാരും ഡിസ്റ്റർബൻസ് ആയിട്ട് എടുക്കരുത്, അത് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, ഞാൻ ഇന്നൊരു കുഞ്ഞ് ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഇന്നലെ ഞാൻ കോഴിക്കോട് ബീച്ചിൽ നമ്മുടെ സർക്കാർ ഒരു പരിപാടി നടത്തുന്നുണ്ട്. എന്താണ്, നമ്മുടെ സരസമേള എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഗ്രൂപ്പുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളെയും രൂപീകരിച്ചിട്ട് നടത്തുന്നൊരു പ്രോഗ്രാമാണ്. അവിടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് അവരുടെ വസ്തുക്കൾ, അവരുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ, അച്ചാറുകൾ, പലതരം ഫുഡ് ഐറ്റംസ്, പല സാധനങ്ങൾ, മാല, കമ്മൽ, കൈകൊണ്ടുണ്ടാക്കിയിട്ട് എല്ലാ സാധനങ്ങളും, വസ്ത്രങ്ങൾ, കൈകൊണ്ട് തുന്നി തയ്ച്ച വസ്ത്രങ്ങൾ, കൈകൊണ്ടുണ്ടാക്കിയ ചവിട്ടികൾ, പിന്നെ എന്താണ്, നല്ല നല്ല മാലകൾ, കമ്മലുകൾ, കരകൗശല വസ്തുക്കൾ, ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ, ചക്ക വറുത്തത്, അച്ചാറുകൾ, അതുപോലെ പൊട്ടറ്റോ ചിപ്സ്, അതൊക്കെ അവർ എന്താ പറയുക, തനതായ രുചിയിൽ നല്ല ടേസ്റ്റോട് കൂടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ കുടുംബശ്രീ വഴിയാണ് പലരും അത് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ പല ജില്ലകൾ, പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ അടുത്തുള്ള പല സംസ്ഥാനങ്ങൾ, എന്താ പറയുക, ഇതൊക്കെ ഉണ്ട്. ആന്ധ്രാപ്രദേശ്, പിന്നെ ആസം, പിന്നെ ഒറീസ, അങ്ങനെ ഒത്തിരി സംസ്ഥാനങ്ങൾ, ഒരുപാട് സംസ്ഥാനങ്ങൾ. അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വന്ന വലിയൊരു മേളയാണ്. അതിൻ്റെ എൻട്രി കംപ്ലീറ്റ് ഫ്രീ ആണ്. പിന്നെ അതിനുള്ളിൽ ചെന്ന് നമുക്ക് തന്നെ സാധനം മേടിക്കണമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഫ്രീ ആയിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ വന്നൊന്ന് ഷോയൊക്കെ കണ്ടു പോകാം കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത് അതല്ല, അവിടെ നമുക്ക് ഇത്തരം എന്താ പറയുക, ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, സർക്കാരിൻ്റെ എല്ലാ സംരംഭങ്ങളുടെയും എല്ലാ വിഭാഗങ്ങളുടെയും ഒരു ചെറിയ കൗണ്ടർ കൂടി അവിടെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് KCBയുടെ ഒരു ചെറിയ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ ഒരാളുണ്ട്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, ജലസേചന വകുപ്പുകൾ, പിന്നെ ആരോഗ്യ വകുപ്പുകൾ, വിദ്യാഭ്യാസ വകുപ്പ്, എല്ലാം നമ്മുടെ കാർഷിക വകുപ്പ് എന്ന് വേണ്ട എല്ലാം, പട്ടാളം, പോലീസ്, എല്ലാ വകുപ്പുകളും അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാം ഒരു കൗണ്ടറുണ്ട്. അതിൻ്റെ ട്രെയിനർമാരുണ്ട്. നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അവരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാനൊരു സംശയം, എനിക്ക് ഇങ്ങനെ എന്താ പറയുക, കുറേ അങ്ങനെ നമ്മൾ നടന്നു KCBക്കാരെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ മുന്നേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ നമ്മളതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ അവരെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സംശയം അവിടെ നിന്ന് അങ്ങ് തീർത്തു. അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാം. കാരണം എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ക്യാൻസർ രോഗികളുണ്ട്. അപ്പം അവർക്കും കൂടെ ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ക്യാൻസർ രോഗികൾക്ക്, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക്, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന് നമ്മുടെ കറണ്ട് ബില്ല് കുറച്ച് കിട്ടാൻ ഒരു പദ്ധതി ഉണ്ടത്രേ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആർക്കും അധികം അറിയില്ലെന്ന് തോന്നുന്നു. കാരണം ഞാനും വളരെ റെയറായിട്ട് അത് കേട്ടിട്ടുള്ളൂ. എനിക്കും വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ സംശയം വെച്ചിട്ടാണ് അവരോട് ചോദിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ക്യാൻസർ രോഗികൾ BPL കാർഡായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ BPL കാർഡ് അല്ലെങ്കിൽ അവർക്ക് 50,000-ന് താഴെ വരുമാനമായിരിക്കണം. അത് പിന്നെ നമ്മുടെ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലെറ്റർ വേണം. നമ്മൾ പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള ആളാണ് എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വേണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പിന്നെ ഇന്ന സംഭവങ്ങളൊക്കെ വേണം അതിന്.
പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം കൈപ്പടയാൽ എഴുതി ഉണ്ടാക്കിയ ഒരു ലെറ്ററും വേണം. നമ്മളിന്ന പേഷ്യൻ്റാണ്, നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളാണ്, നമുക്കിങ്ങനെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് നമ്മൾ അവർക്കൊരു അപേക്ഷ വെക്കുകയാണ്, നമുക്കിങ്ങനെ എന്താ പറയുക, അതിന് ഇത്ര യൂണിറ്റ് കറണ്ടെന്നുണ്ട് കേട്ടോ, ഇത്ര 2000 യൂണിറ്റോ അങ്ങനെ എന്തോ ഒരു കറണ്ടിൻ്റെ ഒരു അളവും കൂടി അവർ പറഞ്ഞു. എനിക്ക് നല്ല മെമ്മറി പവർ ആയതുകൊണ്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയിട്ട് അവിടെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണിക്കുന്ന ഡോക്ടർ ആക്ച്വലി നമുക്ക് പ്രൈവറ്റിലാണ് കാണിക്കുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം അപ്ലൈ ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു ഗവൺമെൻറ് ഡോക്ടർ, ഒരു ഗവൺമെൻറ് ഓങ്കോളജി ഡോക്ടർ തന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അത് നിങ്ങൾക്ക് പ്രൈവറ്റിൽ കാണിക്കുന്ന ആർക്കെങ്കിലും നമുക്ക് ആർക്കെങ്കിലും പരിചയമുള്ള ഏതെങ്കിലും മെഡിക്കൽ ഓങ്കോളജി അത് ഗവൺമെൻറ്റിൽ ആരെങ്കിലും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് തരാൻ കഴിയുമെങ്കിൽ അത് മതിയാകും. അപ്പം ഞാനതിന് മെനക്കെട്ടിട്ടില്ല. അപ്പം വേണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാർഡും BPL അല്ല, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മെനക്കെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ അറിഞ്ഞൊരു വിവരം നിങ്ങളിലേക്ക് അങ്ങനെ ആരെങ്കിലും BPL കാർഡുള്ളവരല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ അതായ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ക്യാൻസർ രോഗികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പോയി ഇലക്ട്രിസിറ്റി ബോർഡിൽ അന്വേഷിച്ചിട്ട് നിങ്ങൾ ദയവായി ഇതിനുള്ള അപേക്ഷ കൊടുക്കുക. അപ്പം നമുക്ക് കറണ്ട് ബില്ലിൽ കുറച്ച് ഇളവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം കുറച്ച് ഇളവ് കിട്ടിയാലും നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞാൻ തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഇൻഫർമേഷൻ. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവരെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. എങ്കിൽ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ അന്വേഷിക്കാൻ പോകാനുള്ള ടൈമില്ല. എന്നാൽ പിന്നെ നമ്മളൊരു പരിപാടിക്ക് പോയപ്പം എന്നാൽ പിന്നെ ഇതും കൂടി അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ അവിടെ കൗണ്ടറിലിരുന്ന ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥയാണ്, അവരോട് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. കുറേയൊക്കെ ഞാൻ മറന്നുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക ഭയങ്കര മറവിയാണ്, അതുകൊണ്ട് കുറേ മറന്നുപോയി. അപ്പോൾ നിങ്ങളും അന്വേഷിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് ബീച്ചിൽ സരസമേള നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഫ്രീ ആകുന്ന സമയത്ത് സൺഡേ ഒക്കെ ഭയങ്കര തിരക്കാട്ടോ. ഇന്നലെ പോയി ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിപ്പോയി, കാരണം എനിക്ക് ഒത്തിരി നടക്കാൻ വയ്യ. അങ്ങനെ കുറേ നടക്കാനുണ്ട്. നടന്ന് അവസാനം എനിക്ക് കാലും കയ്യും ഊരയും പുറമൊക്കെ വേദനിക്കാൻ തുടങ്ങി. കുറേ നടന്ന് കാണാനുണ്ട്, കുറേ സ്റ്റോളുകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും അവിടെ സ്റ്റോളുണ്ട്. ആ സ്റ്റോളുകളിൽ നമ്മൾ ഓരോ ചെറിയ കൗണ്ടറുകളായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ കയറി നമുക്ക് അവരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുക, അവർ ദൂരീകരിച്ച് തരും. പിന്നെ അല്ലാതെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമൊക്കെ വന്ന ആൾക്കാരുടെ അവരവരുടേതായ തനത് ഉൽപ്പന്നങ്ങളുടെ കൗണ്ടറുകളും ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നല്ല സാധനങ്ങളാണ്. ഞാൻ എന്താ പറയുക, ആലപ്പുഴക്കാരുടെ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചക്കക്കുരു പിന്നെ ചെമ്മീനും കൂടെയുള്ള അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അവരുടെ അട്ടപ്പാടിക്കാരുടെ ചക്ക വറുത്തത്, അവരുടെ തേന് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ ജില്ലക്കാരുടെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം നല്ല വിലയാണ്, എന്നാലും നല്ല സാധനമായിരിക്കുമല്ലോ എന്ന് കരുതി നമ്മൾ മേടിച്ചത്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലൊരു പരിപാടി വന്നിട്ട് നമ്മൾ പോയില്ല, ഒന്നും മേടിച്ചില്ല എന്നുള്ളത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഫ്രീ ആണ്, പക്ഷേ ഭയങ്കര തിരക്കാണ്, പാർക്കിംഗ് ഒന്നും ഇല്ല. അങ്ങനെ പോയി മേടിച്ചതാണ്. അപ്പം ഇതൊക്കെ പറയാനാട്ടോ ഒന്ന് വന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ നമുക്കൊരു എന്താ പറയുക ഇളവുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രിസിറ്റി എവിടെയാണോ അവരെ അന്വേഷിക്കുക. നിങ്ങൾക്ക് അത് അർഹരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇളവ് വാങ്ങിയെടുക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്, പക്ഷേ അതിന്ന് ഷെയർ ചെയ്യുന്നില്ല. ഞാൻ നാളെ വീഡിയോ ആയിട്ട് ഇടാം, കാരണം അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണം. ഒരു സംഭവം ഞാൻ കേട്ടു, അപ്പം നാളെ ഞാൻ വീഡിയോ ഇടാം. അത് എന്താ പറയുക അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നാളെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.